ഹായ് ഫ്രണ്ട്സ്, ഒരു അഡീനിയം വീഡിയോ കണ്ടാലോ നമുക്ക്? അഡീനിയം വീഡിയോ തന്നെയായിട്ട് ഞാൻ എപ്പോഴും ഇടാറ്, എങ്കിലും കുറച്ച് കൂടുതൽ അഡീനിയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് അഡീനിയം വീഡിയോ ഇടുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ അഡീനിയം നല്ലോണം പൂത്ത് നിൽക്കുന്ന സമയം, അതുകൊണ്ടാണ് അഡീനിയം തന്നെ ഇടുന്നത് കേട്ടോ. ഇതൊക്കെ എൻ്റെ പഴയകാല ചെടികളാണ് കേട്ടോ. ഇവിടെ ഒരു ചെടിയിൽ ഞാൻ 4 കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഒരെണ്ണം പോയി ഇടുന്നു, ബാക്കി 3 എണ്ണം പിടിച്ചിട്ടുണ്ട്. 1 2 3. ഇന്നലെ രാത്രി ഒരു ചെറിയ മഴ പെയ്തു, അതുകൊണ്ട് ഇവരൊക്കെ നല്ല ഉഷാറായി നിൽക്കുക. പൂക്കൾ ഇവരുടെ തണ്ടിലും ഇലയിലൊക്കെ ഒന്ന് വെള്ളം വീണപ്പോഴേ, അല്ലെങ്കിൽ രാവിലെ വന്ന് നോക്കിയാലും പൂക്കൾക്കൊന്നൊരു ഉഷാറുണ്ടാവില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടോ, പൂവ് എപ്പോഴും താഴേക്ക് വീണെടുക്കുള്ളൂ, പക്ഷെ ധാരാളം പൂ വിരിയും. ഇത് നിറയെ പൂത്ത് വെക്കുമ്പോൾ രസമാട്ടാ. ഇത് ഇപ്പോൾ പൂത്ത് കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ രണ്ടാമത് പൂ മുട്ടൊക്കെ വന്ന് വിരിഞ്ഞിട്ട് വേണം. ഈ ചെടി കണ്ടോ, ഇതൊരു വൺപെറ്റലാണ്. കുറേ വർഷം മുമ്പോൾ പഴക്കമുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് താഴെ നിന്നൊരു കൊമ്പ് മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഉള്ളതാണ്. ഞാനിത് വെട്ടാതെ നിർത്തിയേക്കുക ഈ കൊമ്പിനെ. ഇതിൽ നിന്ന് പിരിയുന്ന പൂവ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പൂ വിരിഞ്ഞിട്ട് പൂ നല്ലതാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ചെടിയിൽ അതിനെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെട്ടിക്കളയണം എന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുക. ഈ ചെടിയുടെയൊക്കെ തൈകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. മുട്ടൊക്കെ ഉണ്ട്, മുട്ട വരുന്നുള്ളൂ. കുറേ ഉണ്ടായിരുന്നു മുട്ട, പൂക്കൾ കൊഴിഞ്ഞു പോയി. കായകൾ കണ്ടോ, ധാരാളം കായകളുണ്ട്. എപ്പോഴും ഇവിടെ ധാരാളം കായകളുണ്ടാവും, പൂമ്പാറ്റകളുണ്ടാവും എപ്പോഴും നല്ലോണം. അതുകൊണ്ട് ധാരാളം കായകൾ വിരിഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ എൻ്റെ പഴയ ചെടികളാണ് കേട്ടോ. നമുക്ക് മൾട്ടി പെറ്റൽ കാണാം. മൾട്ടി പെറ്റൽ എന്ന് വെച്ചാൽ ഇതൊരു വൺപെറ്റലാണ്. ഇത് ഞാൻ കൊമ്പ് വെട്ടി കുഴിച്ചിട്ടതാണ് നേരത്തെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. കട കണ്ടോ, ഒരു കൊമ്പ് വെച്ചതാണ്. ഇങ്ങനെ കൊമ്പ് വെച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ബോൺസായി ആയിയൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ ഇതൊരു കൊമ്പ് വെട്ടി വെച്ചതാണ്. കണ്ടോ, എൻ്റെ കോഡക്സ് ഉണ്ടോ, കൊമ്പാണിത്. കോഡക്സ് ഉണ്ടോ, വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇതൊക്കെ കൊമ്പ് വെച്ച ചെടികളാണ്. ഇത് കണ്ടില്ലേ, ഞാൻ മൾട്ടിപ്പറ്റിലൊക്കെ കാണാം. ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഗ്രാഫ്റ്റ് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ധാരാളം വിത്തുകൾ കിട്ടും, അത് ഞാൻ മുളപ്പിച്ചെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അതായത് എനിക്കൊരു വിത്ത് മുളച്ചിട്ട് കിട്ടിയതാണ്. ഞാൻ നേരത്തെ കാണിച്ച ചെടികളിൽ നിന്നൊക്കെ ഡിഫറൻ്റ് അല്ലേ, ആ ചെടികളുടെ വിത്ത് മുളപ്പിച്ചിട്ട് കിട്ടിയതായത്. ഒരു പ്രത്യേകതയില്ലേ. ഇതൊക്കെ 2-3 വർഷം പഴക്കമുള്ള ചെടികളാണ് കേട്ടോ. ഇതൊക്കെ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ കച്ചവടമൊക്കെ വിപുലമായി വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കുറച്ച് ചെടികളൊക്കെ. അങ്ങനെ ഏകദേശം 25 കളറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.
ഇതും വിത്ത് മുളച്ചെന്നെ കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ തൈകളുണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കാൻ. ഇത് നല്ല രസമാണ്. ഇങ്ങനെ കണ്ടോ, നിറഞ്ഞ് പൂത്ത് നിൽക്കും, കാണുന്നുണ്ടോ? ഇതൊരു ഡബിൾ പെറ്റൽ. ഇപ്പം മഴ 2-3 ദിവസമായിട്ട് മഴ ഉള്ളത് കാരണേ പൂക്കളുമ്മ വെള്ളം വീണ് കഴിഞ്ഞാൽ കേടായിപ്പോവും. അതിലൊരു കായുണ്ടതാ, ലൈറ്റ് യെല്ലോ ആണ്, അതിലാണ് കായ. എന്നതാ ഈ പൂ നോക്കി, ഇതൊക്കെ വിത്ത് മുളച്ച് വരുന്നതാണ് കേട്ടോ. വിത്ത് മുളച്ച് കിട്ടുന്ന ചെടികളാണ്. എന്താ ഇതൊക്കെയാണ് കൊടുക്കാൻ പ്രായമായിട്ട് എത്തിക്കുന്ന 1 പെറ്റൽസിൻ്റെ ചെടികൾ. പൂത്ത് നിൽക്കുന്നുണ്ടോ? ഇതുപോലെ ബൾക്കായിട്ട് പൂക്കുന്ന ചെടിയാണത്, കണ്ടില്ലേ? ഇത് വെള്ള, ഇത് വെള്ളയാണെങ്കിലും വിരിയുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ കളറുണ്ടാവും. പിന്നെ കുറച്ച് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു ലൈറ്റ് പിങ്ക് കയറി വരും. എന്താ നേരത്തെ കാണിച്ച ലൈറ്റ് പിങ്കിൻ്റെ തൈ, അത് ഇതിൻ്റെ കണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ 2 ചെടി ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് വൈറ്റ് 1 പെറ്റൽ, ഇത് നമ്മളുടെ അഡീനിയത്തിലെ മിസ് വേൾഡ് എന്ന് പറയുന്നത്. 2 എണ്ണത്തിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പൂ കണ്ടോ? ഇത് ഞാൻ അധികം ആരിലും കണ്ടിട്ടില്ല കേട്ടോ ഈ പൂവ്. ഞാൻ അഡീനിയം വീഡിയോകൾ കാണാറുണ്ട് ധാരാളം, പക്ഷെ ഞാൻ അധികം ആരും കണ്ടിട്ടില്ല. ഇത് നോക്കിയാൽ നല്ലൊരു പ്യുവർ വൈറ്റാണത്. ഓക്കെ, ഇത് കണ്ടിട്ടില്ല. ഇതിൻ്റെ പൂവാണ് ലൈറ്റ് ഒരു മഞ്ഞ സുന്ദരി. കണ്ടില്ലേ? ഇത് എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ട്. ഇതൊക്കെ പോയി തീർന്നിട്ട് തന്നെ 3 പീസ് കൂടി ഉള്ളു. ഇത് ഇങ്ങനെ പൂത്ത് കിടക്കുന്നതാണ് നല്ല ഭംഗി, നല്ല പൂവാണ്. നല്ല പിന്നില്ലേ, കഴിഞ്ഞ വർഷം വിത്ത് മുളപ്പിച്ചിട്ട് എനിക്ക് ചെടിയുണ്ട്, കുറച്ച് ചെടികളുണ്ട്. ഇതുണ്ട് ഈ ചെടികളുടെ പ്രത്യേകത. കോഡപ്സും ഇങ്ങനെ ധാരാളം കൊമ്പുകൾ ഇങ്ങനെ മുളച്ച് ചെറുപ്പം മുതലേ വരും. കണ്ടോ? ഇത് മാറ്റി വെച്ചേക്കുക, എന്താണ് ഇതിൻ്റെ പ്രകൃതി എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു 4-5 തൈകളുണ്ട് കേട്ടോ. പൂവൊന്നും വിരിഞ്ഞിട്ടില്ല, പൂ വിരിയാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ ഈ കാണിച്ച ചെടികളിൽ നിന്നും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് കുറഞ്ഞ വിലയിൽ കൊടുക്കാൻ പറ്റും. എൻ്റെ ചെടികളിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ പറയാം, നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ, വിരിഞ്ഞിട്ടില്ല, മുട്ടാണ്. നല്ല ഭംഗിയാണ് ഈ പൂ കാണാൻ. ഓക്കെ, എൻ്റെ നമ്പർ ഞാൻ പറയാം: 97 45 55 46 84. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ്, ഈ നമ്പർ വാട്സാപ്പ് നമ്പറാണ്, അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.